ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് രവി, അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിനെ വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത് 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8-ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8-ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6-ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിലാണ് നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പോൾ ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ കൂടെ. അപ്പോൾ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃശ്യം ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാകും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതായത് അശ്വതി നക്ഷത്രം മേടൻ രാശിയിൽ വരുന്ന അശ്വതി നക്ഷത്രത്തിന് ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി ധനസമൃദ്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതയും കുടുംബത്തിനുള്ള ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ടാവാനുള്ള സാധ്യതയും ബന്ധുസമൂഹങ്ങളുമായി അടുപ്പത്തിലാവാനുള്ള സാധ്യതയും ബന്ധുത വന്ന് ചേരുവാനുള്ള സാധ്യത, പുതിയ ബന്ധുക്കൾ വന്ന് ചേരുന്നു. അതായത് പുതിയ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ വിവാഹ അതിമംഗളകർമ്മങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ യഥേഷ്ടം ജോലികളുടെ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഭരണാധികാരികൾക്ക് അധികാരം കിട്ടുവാനുള്ള സാധ്യതയും അഭിമാനത്തിന് അർഹനാവാനുള്ള സാധ്യതകളും കലാകായികന്മാർക്ക് അവരവർ പ്രതീക്ഷിക്കുന്ന യഥാസ്ഥാനത്തെത്തുവാനുള്ള സാധ്യതയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉന്നതപരമായിട്ടുള്ള നേട്ടങ്ങളും അഭിമാനങ്ങളും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടാവും എന്നാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അനുകൂലപരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയണം. ചന്ദ്രൻ്റെ 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ 11ാം ഭാവത്തിലാണ് അശ്വതി നക്ഷത്രം വരുന്നത്, അത് മേടൻ രാശി വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ മനസ്സിന് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവും. വിദേശ രാജ്യങ്ങളെല്ലാം കറങ്ങുവാനുള്ള സാധ്യതകൾ ഉണ്ട്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി അത് ചെന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അഭിമാനപുഷ്ടപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുതിയ ഗവൺമെൻറ് ജോലികളെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട് താനും. ധനാഗമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ അവരവരാഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തുവാനുള്ള അവരുടെ ഉജ്ജ്വലകരമായിട്ടുള്ള കഠിന പ്രയത്നത്തിനുള്ള അർഹത കിട്ടുവാനുള്ള സാധ്യത എന്നിവയും കാണുന്നുണ്ട്. പ്രത്യേകപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ച് വരുവാനുള്ള സാധ്യതയും ബിസിനസ്സിൽ വൻ വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയും സ്വർണ്ണാഭരണ വിപണികളിൽ വൻ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും എല്ലാം ഈ നക്ഷത്രക്കാർക്ക്, അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി, വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൈവരിക്കുവാനുള്ള സാധ്യത, നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള സാധ്യത, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉജ്ജ്വല നേട്ടങ്ങൾ, ഡോക്ടേഴ്സുമാർ, എഞ്ചിനീയർമാർ, വക്കീലുമാർ, അങ്ങനെയുള്ള ഉന്നത വിദ്യാഭ്യാസപരമായിട്ടും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഗവേഷണങ്ങളെല്ലാം നടത്തി പരീക്ഷണപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത, പരീക്ഷണങ്ങളിലൂടെ വിജയങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത എന്നിവയെല്ലാം ഈ വർഷത്തെ ഈ വിഷുഫലത്തിൻ്റെ ഒരു ഫലത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല, കാരണം അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യങ്ങൾ വന്ന് ചേരുവാനും അത് വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും ഉണ്ട് താനും. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം അവരവർ അറിയിക്കുന്ന സ്ഥാനത്തെത്തുകയും അഭിമാന പുരസ്കാരങ്ങൾ നേടുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് ജോലിക്കാർക്ക് അഭിമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് തലത്തിൽ അവരവരാഗ്രഹിക്കുന്ന സ്ഥാനത്തെത്തുവാനും അതിൽ മനസ്സ് തൃപ്തി അറിയാനുള്ള സാധ്യതയും ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഉദ്ദിഷ്ട സ്ഥാനത്തിലേക്ക് പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കും അത് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മേടൻ രാശിക്കാർക്ക്, അതായത് മേടൻ രാശിക്കാർക്ക് എന്ന് പറഞ്ഞാൽ മേടൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് വൻ ഗുണാധിക്യമാണ് കാണുന്നത്. നമസ്കാരം.